ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എക്സാമിന്റെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ടെൻഷനാണ്. ഈ ടെൻഷൻ ഒന്ന് മാറി കൂളായിട്ടാണ് നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് സാധിക്കും. ആ എക്സാം നമ്മളെ കുളം തോണ്ടുന്നത് മൊത്തം അന്നേരം ഉണ്ടാകുന്ന ടെൻഷനാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ടെൻഷൻ നമുക്ക് റിലീസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കി ആദ്യത്തെ റാങ്കിലേക്ക് വരാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ടിപ്സും, അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും റീസെന്റ് ആയിട്ട് എക്സാമിന് വേണ്ടി പോകുന്ന പാലക്കാട് അതേപോലെ തന്നെ ആലപ്പുഴയിലെ ഉദ്യോഗാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു, അതേപോലെ തന്നെ അഡ്വൈസ് എത്ര പേർക്കാണ് അയച്ചത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും അടങ്ങുന്ന ഒരു വീഡിയോ ആണിത്. മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇനിയും ഇതേപോലെ ടെൻഷൻ അടിച്ച് എത്ര മാർക്ക് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ ജോലിക്ക് കയറാനായിട്ട് പറ്റും എന്നതിനെക്കുറിച്ച് സ്വന്തമായിട്ടൊന്നും പ്രെഡിക്റ്റ് ചെയ്യാതെ ഒരു പ്ലാൻ ചെയ്ത് എക്സാമിന് പോയി നല്ല മാർക്ക് അടിച്ചെടുക്കാൻ പറ്റണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ആലപ്പുഴയുടെ കാര്യമാണ്. അതായത് ആലപ്പുഴയുടെ കഴിഞ്ഞ വർഷത്തെ നമ്മൾ കട്ട് ഓഫ് നമ്മൾ നോക്കും. അതേപോലെ തന്നെ എന്താണ് ഈ വർഷത്തെ ആപ്ലിക്കൻസ് മുതൽ നിലവിൽ എന്താണ് നമുക്കൊരു ഈ ഒരു എക്സാമിന് പോകുന്ന ഉദ്യോഗാർത്ഥി പ്രെഡിക്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ എത്ര മാർക്ക് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നതിനെ കുറിച്ചുമാണ് പറയുന്നത്. ഓക്കെ, ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 85,514 പേരാണ് ശരിക്കും ആലപ്പുഴ ജില്ല എന്ന് പറയുന്ന ഈ വർഷത്തെ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് LDCക്ക് അയച്ചത്. കൺഫർമേഷൻ നൽകിയവർ എത്രയാണെന്ന് ചോദിച്ചാൽ 62,510 പേർക്കാണ് കൺഫർമേഷൻ കൊടുത്തത്. ഓക്കെ, അതായത് നിലവിൽ ഞാൻ ഈ എക്സാം എഴുതിക്കൊള്ളാമെന്ന് PSC ഒരു ധാരണയിൽ ഏർപ്പെട്ട്, അല്ലെങ്കിൽ PSC പറയുകയാണ് ഞാൻ ഈ എക്സാം എഴുതിക്കൊള്ളാം എന്നുള്ള ആ ഒരു തീരുമാനമെടുത്ത ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നതാണ് 62,510. ഇനി കട്ട് ഓഫ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2021 LDCയുടെ കട്ട് ഓഫ് ആണ് 48.67 കട്ട് ഓഫ്. മക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, 48.67 കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നിലവിലുള്ള മാർക്കിന്റെ പകുതി പോലും ആയിട്ടില്ല ഈ പറയുന്ന കട്ട് ഓഫ്. അതായത് 50-ൽ താഴെയുള്ള ഒരു കട്ട് ഓഫ് വന്ന ജില്ലയാണ് ഏതെന്ന് പറയുന്നത് ആലപ്പുഴ. ഇനി അതിന്റെ മെയിൻ ലിസ്റ്റിൽ വന്ന ആളുകൾ എന്ന് പറയുന്നത് 704 പേരാണ് നിലവിൽ മെയിൻ ലിസ്റ്റിൽ വന്ന ആളുകൾ എന്ന് പറയുന്നത്. നമുക്ക് അഡ്വൈസിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ആലപ്പുഴയുടെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്നത് എത്രയാണ് 23/8/2024 484 ടോട്ടൽ അഡ്വൈസ് ആണ് എവിടെ അയച്ചേക്കണത്, ഈ പറയുന്ന ആലപ്പുഴ ജില്ലയിൽ അയച്ചേക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ഒരു അഡ്വൈസിലേക്ക് ഈ ജില്ല പോയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേരാണ് നിലവിൽ വന്നതെന്ന് വെച്ചാൽ 704 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. അതിൻ്റെ അകത്ത് ഏകദേശം 484 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഓരോ കാറ്റഗറിയുടെയും അഡ്വൈസിന്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഓക്കെ, ഇനി പാലക്കാട് നമ്മുടെ ഇതിന്റെ കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത ഇതിൽ പറയാം കേട്ടോ. അപ്പൊ 484 പേർക്കാണ് ടോട്ടൽ അഡ്വൈസ് വഹിക്കുന്നത്. മക്കളെ ഫസ്റ്റ് റാങ്ക്, അതായത് ആലപ്പുഴയുടെ കഴിഞ്ഞ ഫസ്റ്റ് റാങ്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 75.3 ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ആന്റണി എന്ന് പറയുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയ മാർക്കാണ് 75.3. ഓക്കെ, 75.3 വളരെ ശ്രദ്ധയോട് കേട്ടോ, 75.3. ആക്ച്വലി അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗാർത്ഥി നിലവിൽ എത്രയാണ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞതെന്ന് ചോദിച്ചാൽ 25 ചോദ്യങ്ങൾ മക്കളെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടില്ലേ. ഈ പറയുന്ന ഓരോ ആളുകളും നമ്മുടെ അടുത്ത് മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ച് NCERT അത് പഠിക്കണം, അതേപോലെ SCERT ഇത്ര പഠിക്കണം, അതേപോലെ തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ഇത് പഠിക്കണം അത് പഠിക്കണം, എങ്ങനെയൊക്കെ പറഞ്ഞ് കളഞ്ഞാലും ഈ പറയുന്ന ഉദ്യോഗാർത്ഥി എത്ര മാർക്ക് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്? 25 മാർക്ക് സ്കിപ്പ് ചെയ്തു. അതായത് 25 ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ ആൾക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 75.3 ആണ്. ഒന്നാം റാങ്കിന് കിട്ടിയ മാർക്കാണ് 75.3 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പോയി എക്സാം എഴുതാനായിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ പറയുന്ന 75 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് 2024 LDCക്ക് 75 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ഈ പറയുന്ന 100 റാങ്കില് 100% ഗ്യാരണ്ടി ആയിട്ടും വരത്തില്ല മക്കളെ. ഓക്കെ, അതായത് 100 റാങ്ക് എന്ന് പറയുന്നത് ഡാം ഷുവർ അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 75.3 കിട്ടുന്ന ഉദ്യോഗാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും റാങ്ക് വന്ന ഒന്നാം റാങ്കാണ് ഈ 75.
അതിനുശേഷം വന്നിരിക്കുന്ന റാങ്കുകൾ എന്ന് പറയുന്നത് ഒരു 10 മാർക്കിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്, ഏകദേശം 200 റാങ്കോളം വരുന്നത്. ഓക്കെ, അതായത് എന്താണ് 74 എന്താണ് വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ, 70 കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ, 65 മാർക്കുകൾ വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ എന്താ ഒരു 60 മാർക്ക് കേന്ദ്രീകരിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്നത്. അതിനേക്കാൾ താഴെയുള്ള മാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് ഈ 48, 49, 50, 51, 52 അതിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ റാങ്ക് എന്ന് പറയുന്ന ഈ പറയുന്ന 400 എത്രയാണ് നിലവിൽ പോയേക്കണ അഡ്വൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 484 അഡ്വൈസ് ആണ് നിലവിൽ പോയേക്കുന്നത്. ഈ 484 അഡ്വൈസ് മൊത്തം 704 മെയിൻ ലിസ്റ്റുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഏകദേശം എന്താണ്, ഈ പറയുന്ന ഒരു 60 മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ 55+ മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് വരെയും ജോലി കിട്ടാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന എക്സാമിന്, അതായത് ഇനി നിങ്ങൾ ഇന്ന് അതായത് സെപ്റ്റംബർ 7-ാം തീയതി നിങ്ങൾ എക്സാമിന് പോകുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങളൊരു 70 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ സേഫ് സോൺ അല്ലേ? അതായത് ആദ്യത്തെ 100 റാങ്കിൽ വരും എന്നുള്ള കാര്യം 100% ഗ്യാരണ്ടി അല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ അത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ എക്സാം കുളം തോണ്ടുന്ന ഈ ഒരു ടെൻഷനെ നിങ്ങൾക്ക് ഒഴിവാക്കാനുള്ള ആദ്യ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതായത് 70 മാർക്ക് മാത്രം വാങ്ങുന്ന ഒരു എക്സാമിന് 30 മാർക്ക് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങിയാൽ മതി, 70 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേഫ് സോണിലായിട്ട് നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ആദ്യം തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക. അതായത് ഞാൻ ഈ എക്സാമിന് പോകുന്നത് 100 മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും കട്ട് ഓഫും കാര്യങ്ങളുമായിട്ട് പറയുമ്പോൾ പറയാറുണ്ട് 100 മാർക്കിനല്ല ഞാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും പാടായിട്ടുള്ള NCERT, ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോർ സബ്ജക്റ്റിൽ നിന്നുള്ള മാത്സ് പ്രോബ്ലംസ്, ഇംഗ്ലീഷ്, മലയാളം ഞാൻ അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഏറ്റവും പാടായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ എനിക്ക് എന്താണ് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനൊരു 30 മാർക്ക് എന്താണ് എനിക്ക് അറിയില്ലാത്തതിൽ നിന്നും മാത്രം എടുത്തു കളഞ്ഞാൽ പോലും എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന 1ാം റാങ്ക് വേണ്ട ആദ്യത്തെ 100 റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അതായത് മക്കളെ നിങ്ങൾക്ക് ജോലി കിട്ടേണ്ട മാർക്കാണ് ഈ പറയുന്ന 70 മാർക്ക് കിട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, 70+ നിങ്ങൾ ആൻസർ ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ആ പേന നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് എന്ത് ചെയ്തോ, പരിപാടി ക്ലോസ് ചെയ്തോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെല്ലോ ഗ്രിപ്പറിന്റെ പേരാണെങ്കിൽ നേരെ താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിബ്ബ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബബിൾ ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഓരോ ചോദ്യങ്ങളും എന്താണ് ചോദിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീണ്ടും രണ്ടാമത് പോയി ബബിൾ ചെയ്യുന്ന ആ ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിലെ എന്താണ് ഏറ്റവും നശിച്ച സമയം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എഴുതുന്ന എല്ലാ ഉത്തരങ്ങളും എന്തായിരിക്കും, തെറ്റായിരിക്കും. അപ്പോൾ ആ ഒരു പ്രവണത ചെയ്യാതിരിക്കുക. പാലക്കാട് കൂടിയും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ ടിപ്സ് ആണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, പാലക്കാട് ടോട്ടൽ ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 1,12,467 പേരാണ് പാലക്കാട് ടോട്ടൽ ആപ്ലിക്കൻസ്. അതേപോലെ തന്നെ കൺഫർമേഷൻ കൊടുത്ത എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 83,822 പേർക്കാണ് എന്ത് ചെയ്തത്, നിലവിൽ കൺഫർമേഷൻ കൊടുത്ത ആളുകൾ എന്ന് പറയുന്നത് 83,822 പേർക്കാണ് എന്ത് ചെയ്തത്, കൺഫർമേഷൻ കൊടുത്തത്. ഓക്കെ, കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ 54 ആയിരുന്നു. അതായത് 50 മാർക്കിനേക്കാൾ കൂടുതൽ ഒരു മാർക്കിലേക്ക് എന്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ഈ പറയുന്ന പാലക്കാട് ജില്ല വന്നിട്ടുണ്ട്. അപ്പോൾ 54 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. മെയിൻ ലിസ്റ്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 959 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. ഓക്കെ, ഇനി നമുക്ക് അഡ്വൈസിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ പാലക്കാട് 579 ആണ് അഡ്വൈസ്. കുഴപ്പമില്ലാത്തൊരു അഡ്വൈസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പാലക്കാട് ജില്ല പോയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് 17/7/2024 ലാസ്റ്റ് അഡ്വൈസ് പോയേക്കുന്നത്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലാത്തൊരു അഡ്വൈസ് പോയിട്ടുണ്ട്. അതേപോലെ മെയിൻ ലിസ്റ്റ് 959 പേര് വന്നിട്ടുണ്ട്. 54 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ആക്ച്വലി 78+ വന്നതാണ് അവിടുത്തെ 1ാം റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 78 മാർക്ക്, ഏകദേശം 22ഓളം മാർക്ക്, അല്ല 28ഓളം മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിലവിൽ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാണ്ട് 22 മാർക്ക് നിലവിൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞൊരു ഉദ്യോഗാർത്ഥിയാണ് ഇവിടെ ആ പറയുന്ന ഒരു റാങ്കിലേക്ക് വരാനായിട്ട് സാധിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നിലവിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു, അതേപോലെ എത്ര പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, എത്ര പേർക്ക് നിലവിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പകുതി ടെൻഷൻ ഒന്ന് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അതായത് എനിക്ക് വാങ്ങേണ്ട ഒരു മാർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ്, ഇതിനേക്കാൾ അതായത് കഴിഞ്ഞ കട്ട് ഓഫിനേക്കാൾ ഒരു 15 മാർക്കെങ്കിലും കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ്, സേഫ് സോൺ ആണ്, എനിക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും,
ജോലി കിട്ടുമെന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് പകുതി ടെൻഷൻ ഒഴിഞ്ഞാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാമിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി എക്സാം ഹാളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അതായത് എക്സാം ഹാളിൽ എന്താണ് ആരും തന്നെ ചെയ്യാത്ത കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, വായിക്കത്തില്ല. ഓക്കെ, എന്താണ് ചില ഉദ്യോഗാർത്ഥികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അപ്പൊ തന്നെ ബബിൾ ചെയ്ത് അങ്ങോട്ട് പോകും. അതേപോലെ തന്നെ അങ്ങനെ എന്താണ് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ചിലപ്പോ എന്താണ് ടിക്ക് ചെയ്ത് പോകും. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മക്കളെ ഒറ്റ കാര്യം ആലോചിച്ചോ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കെട്ടി കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ആദ്യം അത് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരത്തില്ല. കാരണം നമുക്ക് എന്താണ് ഈ ഒരു എക്സാമിന്റെ ടൈമിൽ നമുക്കൊരു കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞ് ഒരു 10 മിനിറ്റ് എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. അപ്പൊ ആ ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഇതിലേക്ക് മാറ്റി വെച്ചോ. ഒരു നഷ്ടമില്ല. എന്ത് ചെയ്യുക, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ഓടിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുക. 100 ചോദ്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. അതായത് 100 ചോദ്യങ്ങളും വായിച്ചു എന്നൊരു ധാരണ നമുക്ക് തന്നെ ആദ്യം തന്നെ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഓരോ ജില്ലക്കാർക്കും എത്ര മാർക്കെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ 100 റാങ്കിലെത്തി. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടുന്ന റാങ്കാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ഈ പറയുന്ന ഒരു 70+ നിങ്ങൾ വാങ്ങേണ്ട ഒരു എക്സാം ആണ് ഇതെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ചോദ്യങ്ങൾ, അതായത് കോർ സബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ എന്താണ് GK എന്ന് സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ്, ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആൻസർ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ അത് നിങ്ങൾ ഏത് പാർട്ടിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എന്ത് വന്നത്, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് ആവാം, ചിലപ്പോൾ മാത്സ് ആവാം, ചില ഉദ്യോഗാർത്ഥികൾക്ക് സയൻസ് സബ്ജക്റ്റ് ആവാം, ചിലപ്പോൾ മലയാളമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, മലയാളത്തിൽ 10 മാർക്കും ആകുന്ന ആളുകൾ. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സാമിന് പെർഫോം ചെയ്യുന്ന ഏതാണോ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡ് പകുതി റിലീസായി സെറ്റ് ആവുകയാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ വെച്ച് തന്നെ നിങ്ങൾക്കൊരു കാര്യമുണ്ട്. എല്ലാവരുടെയും ഏറ്റവും വലിയൊരു അപാകതയാണോ ഞാൻ ഈ പറയുന്നത്, എക്സാം ഹാളിൽ വെച്ച് ഒരു കട്ട് ഓഫ് അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ അതാണ് ഞാൻ ഈ പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മൊത്തമായിട്ട് വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് നിങ്ങൾ വിലയിരുത്താനും, അതേപോലെ തന്നെ എന്താണ് നിങ്ങൾ ബാക്കിയുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി എക്സാം എഴുതുകയും ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എക്സാം ഹാളിൽ വെച്ച് നമ്മൾ ചിലപ്പോൾ ആദ്യം നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ കാണുന്നതായിരിക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ തന്നെ എക്സാം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ് ആ എക്സാമിന്റെ അകത്ത് നമ്മൾ ആദ്യമായിട്ട് ഒരു ഉദ്യോഗാർത്ഥി എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ച പോയിന്റ്സ് ആയിരിക്കും തന്നെ. അപ്പോൾ ഇതേ പഞ്ചവത്സര പദ്ധതി വന്നിട്ടുണ്ട്, ഹരിത വിപ്ലവം വന്നിട്ടുണ്ട്, നീതി ആയോഗിന്റെ 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മോ, എക്സാം ഭയങ്കര ഈസിയാണ്, ഇനി നോക്കിയിട്ട് കാര്യമില്ല, ഇനി എന്ത് ചെയ്യണം, തകർത്തോളണം, എന്തായാലും ഒരു 85-90 മാർക്കിലേക്ക് ഉറപ്പായിട്ടും വരാനുള്ള ചാൻസ് ഉണ്ട്, ഇനി ഞാൻ ഒന്നും നോക്കണില്ല, ഞാൻ ഇനി തകർത്ത് എഴുതുകയാണ്, ഒന്നും നോക്കണില്ല. അപ്പൊ നമ്മൾ ആ ഒരു ടെൻഷനിലേക്ക് പോകണം. എന്തുകൊണ്ടാണ്, നമ്മൾ ഏതാനും ചില ചോദ്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ 1, 2, 3 പേജുകൾ മറയ്ക്കുമ്പോഴേക്കും നമ്മൾ കാണുന്ന ഏറ്റവും എളുപ്പമുള്ളത്, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ കണ്ടാണ് നമ്മൾ പേടിച്ച് എന്ത് ചെയ്യുന്നത്, ടെൻഷനിലേക്ക് പോയി ആ എക്സാം നശിപ്പിച്ച് കുളം തോണ്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അതിനാണ് ഞാൻ പറഞ്ഞത് മൊത്തമായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഇനി അടുത്തൊരു എക്സാമിന് വേണ്ടി പോകുന്ന നിങ്ങൾ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം, അതായത് ട്രിവാൻഡ്രം കഴിഞ്ഞു, അതേപോലെ തന്നെ എന്താണ് ഏകദേശം 6 ജില്ലകൾ കഴിഞ്ഞ് എത്തി നിൽക്കുമ്പോൾ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ എന്താണ് ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, അത് നമ്മൾ ഏകദേശം ഒരു 10-17ഓളം ടോപ്പിക്സുകളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 വീഡിയോ എന്താണ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഈ 2 വീഡിയോസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്ന, കഴിഞ്ഞ 3 സ്റ്റേജിലും ആവർത്തിച്ചു വന്ന ചോദ്യങ്ങൾ എടുത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ആ 2 വീഡിയോ എങ്കിലും നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും.
ഈ എക്സാമിന് അതിൽ നിന്നും ഏതെങ്കിലും പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 10-20 മാർക്കെങ്കിലും വാങ്ങാനായിട്ട് പറ്റുന്നതായിരിക്കും. കാരണം ആദ്യ എക്സാമിന് എന്ത് ചെയ്തു, ഈ പറയുന്ന നീതി ആയോഗ്, ഹരിത വിപ്ലവം, അതേപോലെ തന്നെ പഞ്ചവത്സര പദ്ധതികൾ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ഇതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ എന്ത് ചെയ്തു, സെക്കൻഡ് സ്റ്റേജിലും വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്തു, മൂന്നാമത്തെ സ്റ്റേജിലും അങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാ കണക്റ്റിംഗ് ഫാക്റ്റും ഉൾപ്പെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ഇട്ടേക്കാം. താല്പര്യമുള്ളവരൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. എക്സാം ഹോളിൽ വെച്ച് എന്ത് ചെയ്യുക, ഒന്നാമത്തെ ടിപ്പാണ് മൊത്തമായിട്ട് ആ എക്സാമിന്റെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് അതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങേണ്ട മാർക്ക് എന്ന് പറയുന്നത് 70+ മാർക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, വാങ്ങിയാൽ മതി. അത് അവിടെ വെച്ച് എന്ത് ചെയ്തോ, സംഭവം ക്ലോസ് ചെയ്തോ. അതേപോലെ തന്നെ എന്താണ്, ഒരിക്കലും എന്ത് ചെയ്യരുത്, മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാതെ എന്താണ് എക്സാം ഹോളിൽ വെച്ച് ഒരു കട്ട് ഓഫ് നിങ്ങളായിട്ട് പ്രഡിക്റ്റ് ചെയ്ത് നശിപ്പിക്കരുത് മക്കളെ. എന്താണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എക്സാം, അതായത് ഈ പറയുന്ന നമ്മുടെ തിരുവനന്തപുരം, അതേപോലെ തന്നെ എന്താണ് കൊല്ലം, അതേപോലെ തന്നെ കണ്ണൂർ, പത്തനംതിട്ട, കാസർഗോഡ്, ഇതിന്റെ എല്ലാത്തിന്റെ എക്സാമിന്റെ ഡീറ്റെയിൽ അനാലിസിസിന്റെ ഒരു വീഡിയോ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കിടിലമായി തന്നെ പഠിച്ചു പോവുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണമെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ടേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നേടിയെടുത്തിട്ട് മാത്രമാണ് തിരിച്ചു വരാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്യം മാർഗത്തെ സാധീകരിക്കും എന്ന് പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.